ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വെക്കേഷനൊക്കെ തീർന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പാക്കിങ്ങും ചെയ്ത് കുറച്ചധികം സാധനം ഉള്ളതുകൊണ്ട് തന്നെ അത് അപ്പം കൊണ്ടുപോകും. പിന്നെ ഞാനും അതും കൊണ്ട് 2 വീലറിൽ പോകും. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് കൊടുത്ത് അതിന് ഫുഡും എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോട്ട്സിൽ സേവ് ചെയ്ത് വെക്കും. അങ്ങനെ അതെല്ലാം എടുത്തിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യുവാണ്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും ടാറ്റയെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും. കുറച്ചധികം നാൾ അവിടെ നിന്നുകൊണ്ട് തന്നെ പോകാൻ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ അപ്പയുടെ അങ്ങോട്ട് വന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അപ്പയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട്. അങ്ങനെ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്കും സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. അവിടെ ഒട്ടിച്ച് വെച്ചിരുന്ന ഇലയും ആ ലൈറ്റും എല്ലാം ഇളവി വീണിട്ടുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് റെഡിയാക്കണം. അപ്പം അത് വന്നിട്ട് അതിൻ്റെ ഡ്യൂട്ടിയിലിട്ട് കിടന്നിട്ടുണ്ട്. TV അടക്കം. അങ്ങനെ കൊണ്ടുവന്ന ഓരോരോ സാധനങ്ങളായിട്ട് ഓരോരോ കവറിൽ നിന്നായിട്ട് എടുത്ത് അതാത് സ്ഥാനത്ത് വെക്കുകയാണ്. അപ്പം വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അല്ലാതെ എല്ലാം കൂടെ വലിച്ചു വാരിയിട്ടാൽ ഒതുക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഓരോ കവറിൽ നിന്ന് ഓരോരോ സാധനങ്ങളെടുത്ത് എല്ലാം ഒതുക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് ഫുഡ് കൊടുക്കാൻ സമയമായി. അങ്ങനെ അതിന് ഫുഡെല്ലാം കൊടുത്തിട്ട് വന്ന് ഞാനും കഴിച്ചിട്ട് വന്ന് ബാക്കി പണികളും കൂടെ ചെയ്യുവാണ്. ഞാൻ പോകുന്നതിന് മുന്നേ എല്ലാം തട്ടി എല്ലാം കുടഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് വലിയ ഇതില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് തട്ടിത്തൂത്ത് എല്ലാം കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് വൈകിട്ട് ചായയുടെ സമയപ്പോഴത്തേക്കും ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് ബാത്റൂം കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തൂത്ത് തുടച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും കുളിച്ചു, അതുവിനെയും കുളിപ്പിച്ച് റൂമും എല്ലാം സെറ്റാക്കി. അപ്പം ഒരു 6-6:30 ആയപ്പോഴത്തേക്കും എല്ലാ ജോലിയും കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് അതുവിനെ ഇനി കുറച്ച് നേരം ഒന്ന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. പിന്നെ കുറച്ച് നേരം ഒന്ന് ഇരുത്തി എഴുതിക്കണം. അങ്ങനെ അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ട ഓംലേറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവനെ പഠിപ്പിക്കാനും കൂടി ഇരുത്തി. കുറച്ച് നേരം അവനെയൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫുഡ് കഴിക്കാൻ സമയം. അങ്ങനെ അതിന് ഫുഡും ഒക്കെ കൊടുത്തപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.